കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിൽ നിന്ന് വളരെ പെട്ടെന്ന് വന്നെത്താൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ, അതായത് അവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം മാറി 75 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിടിലമായിട്ടുള്ള കസ്റ്റമൈസ്ഡ് വില്ലാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് പ്ലോട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കരഭൂമി, നല്ല ഉയർന്നിരിക്കുന്ന കരഭൂമി വേണമെങ്കിൽ സ്വന്തമാക്കാം. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് തന്നെ ആക്സസ് ഉണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ സൈഡിലൂടെയുള്ള വഴി വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. ഇനി അതല്ല, ഈ നിൽക്കുന്ന ലൊക്കേഷൻ കഴക്കൂട്ടത്ത് നിന്ന് കാര്യവട്ട റൂട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന വഴി, ഗോദ ഫുട്ബോൾ ടർഫിലേക്ക് പോകുന്ന വഴി, ഈ വഴി ജസ്റ്റ് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ്, അങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് പുന്നാട്ട് ക്ഷേത്രം അല്ലെങ്കിൽ കോർണർ സിറ്റി ടർഫിൻ്റെ അടുത്തെത്താം. അവിടെ നിന്ന് ഏകദേശം 200 മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, മിസ്സാക്കല്ല. ഈ ഒരു റേറ്റിന് കഴക്കൂട്ടത്ത് ഈ ഒരു ചുറ്റളവിൽ നിങ്ങൾക്ക് എന്തായാലും ഇതുപോലൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ കിട്ടത്തില്ല. നമുക്ക് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് നേരെ വന്ന് കോർണർ സിറ്റി ടർഫിൻ്റെ അടുത്ത് വരാം. അവിടെ നിന്ന് നേരെ കാണുന്ന വഴി, അതായത് കോർണർ സിറ്റി ടർഫ് വലതുവശത്തും ഇടത്തോട്ട് പുന്നാട്ട് ക്ഷേത്രം, ടാറ്റ LCയുടെ കെട്ടിടമൊക്കെ കാണാൻ സാധിക്കും. അങ്ങോട്ട് കയറാണ്ട് വീണ്ടും നേരെ സാരഥി സൗണ്ട്സ് ആൻഡ് ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൻ്റെ ഒരു ഇതെല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കാണുന്ന വഴി ഏകദേശം ഒരു 200 മീറ്റർ വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ താഴത്തെ റോഡ് ഫ്രണ്ടേജിൽ വരും. നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജാണ് ഇതിൻ്റെ മേജർ ഹൈലൈറ്റ് കേട്ടോ. നമുക്ക് താഴത്തെ റോഡ് നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു 7 മീറ്ററോളം വീതിക്കാണ് റോഡുള്ളത്. നമ്മുടെ അകത്തേക്കുള്ള ഇൻറ്റേർണൽ റോഡ്സ് ഫോം ചെയ്തിട്ടുള്ളതും ഏകദേശം 4 മീറ്ററിനടുത്ത് വീതിക്കാണ് റോഡ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന 5 സെൻറ്റ് വരുന്ന 2 പ്ലോട്ടുകൾ, ഇത് വരുന്ന 5 സെൻറ്റിന് കുറച്ച് മേളിലേക്കുണ്ട്. ബാക്കിലത്ത് വരുമ്പോൾ 4.8 സെൻറ്റ്, ആ രീതിയിലാണ് 2 പ്ലോട്ടുകളുള്ളത്. ഇത് ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്, പക്ഷേ മുൻവശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വീതിക്ക് വരും. പിൻവശത്തെ പ്ലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു സ്ക്വയർ ഷേപ്പിലാണ് വരുന്നത്. പിൻവശത്തെ പ്ലോട്ടിലേക്കുള്ള ആക്സസ് വരുന്നത് ഈ റോഡ് ഇങ്ങനെ തന്നെ കറങ്ങി വന്ന് നേരെ മേളിൽ കയറുമേ. ഇതിപ്പം ഇതിനകത്ത് നിന്ന കാടെല്ലാം ഇപ്പം റീസെൻ്റായിട്ട് JCB കയറ്റി നമ്മൾ തെളിച്ചതാണ്. അതുകൊണ്ടാണ് ഈ മണ്ണൊന്ന് ഇളകിയതുപോലെ കിടക്കുന്നത്. നല്ല പക്ക കരഭൂമിയാണ്, അത് നല്ല ഉയരത്തിലിരിക്കുന്ന ഭൂമിയാണ്. ഇവിടെ നമുക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ അവിടേക്ക് അതിൻ്റെ പിൻവശത്തേക്ക് ആ ഒരു ഗേറ്റിലേക്ക് പോകാനായിട്ട് ഏകദേശം 3/4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് സ്റ്റേഡിയം വിസിബിളാണ്. ഈ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ കിൻഫ്രയുടെ ടാറ്റ LC എന്ന് പറയുന്ന പുതിയൊരു കെട്ടിടം, കിൻഫ്രയുടെ ബാക്ക് ഗേറ്റ്, നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം 450 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അലൻ ഫെൽഡ്മാൻ പബ്ലിക് സ്കൂൾ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഇവിടെ നിന്ന് ചന്തവിള കയറാൻ വളരെ ഈസിയാണ്. ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഏകദേശം 2.5 കിലോമീറ്റർ അത്രയും മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ഈ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. ഈ ഒരു റേഞ്ചിന് നമുക്ക് ഇതുപോലുള്ള പ്രോപ്പർട്ടി ഞാൻ പറയുന്ന വിലയ്ക്ക്, അതായത് പെർസെൻറ്റ് 7 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ചുറ്റോട്ടത്ത് ഒരു കാരണവശാലും കിട്ടാൻ പോകുന്നില്ല. വേഗം തന്നെ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് പ്രോപ്പർട്ടി വന്ന് കണ്ട് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഒരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഒരു 5 സെൻറ്റിൽ ഏകദേശം ഒരു 1500-1600 സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന ഒരു വീട്, 3 BHK വീട്, നമുക്ക് ടോട്ടലായിട്ട് 75 ലക്ഷം രൂപ, അതായത് വസ്തുവും വീടും കൂടെ ആയിട്ട് 75 ലക്ഷം രൂപയ്ക്ക് നമുക്ക് തീർത്ത് തരാൻ സാധിക്കും. അതാണെന്നുണ്ടെങ്കിൽ ആദ്യമേ സ്ഥലം നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യും. അങ്ങനെ ആകുമ്പോഴത്തേക്കും രജിസ്ട്രേഷൻ കോസ്റ്റിൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഓരോ പണിയിലെയും ഇതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് നൽകിയാലും മതിയാവും. ഇതിനകത്തേക്കുള്ളത് ടാർ റോഡാണ്. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഈ മണ്ണായിട്ടാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ കളറൊന്ന് മാറിക്കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ചെയ്തിട്ടുള്ളത് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത്. ഈ റോഡ് ഇങ്ങനെ കറങ്ങി വന്ന് നമ്മുടെ മേളിലത്തെ പ്ലോട്ടും ഈ പ്ലോട്ടിന് ഫ്രണ്ടേജ് വരുന്നത് ഈ താഴെക്കൂടെ വരുന്ന വഴി. നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റേറ്റിന് പ്രോപ്പർട്ടി സ്വന്തമാക്കാം. വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും.